ഇറങ്ങേണ്ടി വരും. പിന്നെ കൂടുതൽ നമ്മുടെ സിനിമ മിഡിൽ ഈസ്റ്റിലായിരിക്കും കുറച്ചുകൂടെ കച്ചവടം നടക്കാറ്. അപ്പൊ ഇപ്പോഴത്തെ ക്രൈസിസിൽ പല സിനിമകളും മാറ്റി വെച്ചിട്ടുണ്ടിരിക്കുകയാണ്. ആട് മാറ്റിയിട്ടില്ലല്ലോ. ഇല്ല. അതിനും കൂടെ ഇറങ്ങാനുള്ള ചിത്രങ്ങളൊക്കെ മാറ്റി വെച്ചു. ടോക്സിക് ഒക്കെ മാറ്റിയത്, ദുരന്തം മാറ്റിയത്. അതേപോലെ പല സിനിമകളും മാറ്റുന്നുണ്ട്. അപ്പം ക്രൈസിസിന്റെ കൂടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മെയിനായിട്ട് ഗ്യാസ് ഇല്ലാതായിട്ട് ഹോട്ടലുകളിൽ അടയ്ക്കുന്നു. അത് സിനിമയും ബാധിച്ചു തുടങ്ങുന്നുണ്ട്. പല സെറ്റുകളിൽ ഇപ്പൊ അതുകൊണ്ട് അത് മുമ്പോട്ട്. അപ്പം മുന്നോട്ടുള്ള ഭാവി അല്ലെങ്കിൽ സിനിമയിൽ ഇനി കുറയുവാണോ അല്ലെങ്കിൽ കുറയാൻ ചാൻസുകളാണോ? യുദ്ധം തീരാൻ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഞാനാണ് ഇവിടെ ഭാവി ഇതാക്കേണ്ടത്. നമ്മളെല്ലാരും ഇരുന്ന് പ്രാർത്ഥിച്ച് നല്ല യുദ്ധം ചെയ്യാൻ പറ്റും, പ്രാർത്ഥിച്ച് യുദ്ധം എപ്പോഴും അവസാനിക്കണമെന്ന് ആലോചിക്കുക, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? മുന്നോട്ടുള്ള ഭാവി തുടർന്ന് പോവാണെങ്കിൽ ഇതൊക്കെ ഇല്ല, ഈ റിസോഴ്സസ് ഒക്കെ കട്ടായി പോകും. പിന്നെന്താ, പട്ടിണിയായി പോകും. പിന്നെ നമ്മളെല്ലാം എല്ലാം കക്കാൻ ഇറങ്ങേണ്ടി വരും. പിന്നെ നാട്ടിൽ വേറെ അവസ്ഥ വരില്ലേ പിന്നെ. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, വേറെ എന്ത് ചെയ്യുന്നു? എനിക്ക് ഈ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലടാ. അധ്യാപകന് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്കൂളുകളിൽ വണ്ടികളൊന്നുമില്ല, കയ്യിലൊരു വണ്ടി കലിപ്പ് മാഷണം. കാരണം ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്നുള്ള വലിയൊരു കാര്യമാണ്. ഇപ്പം പിള്ളേര് സ്കൂളിൽ മടിയൊന്നുമില്ല. അടിച്ചോളം പറഞ്ഞിട്ടുണ്ട് വീണ്ടും. അടിച്ചോളം പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ അങ്ങനെ ഉത്തരവ് വന്നല്ലേ. ഇടക്കാലത്ത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. വീണ്ടും, കാരണം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ഇപ്പോ നല്ല MDMA ഇതൊക്കെയാ. രണ്ടടി കിട്ടിയാലേ ശരിയാവുള്ളൂ. മദ്യപാനം, അതെ. കഴിഞ്ഞ ഏതൊരു ദിവസം മറ്റേ ഏതൊരു പയ്യൻ പ്രിൻസിപ്പളിനെ വരട്ടുന്നതൊക്കെ കണ്ടില്ലേ, ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി. പക്ഷെ അതിനോട് നമുക്കൊരു ബഹുമാനം തോന്നിയിരുന്നല്ലേ. അല്ല, അതുകൊണ്ട് ഇത് ഞാനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തതാ. പക്ഷെ ഇപ്പൊ തിരിച്ചടിക്കാമെങ്കിൽ അടിക്കാം. പക്ഷെ ഞാനൊക്കെ പണ്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുന്നുള്ളതായിരുന്നു നമ്മുടെ ഒക്കെ ഒരു മൈൻഡ്. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും കേട്ടോ. പക്ഷെ ഇനി എന്താ, അടിച്ചാല് നന്നാവുള്ളൂ പിള്ളേര്. കുറച്ചൊക്കെ അടി അവിടെ ഇവിടെ ഒക്കെ കിട്ടിയാൽ ചിലപ്പോ നന്നായാലോ. എനിക്കൊരടി കിട്ടിയപ്പോ ഞാൻ നന്നായി. അതുകൊണ്ട് അടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്താണെങ്കിലും കായികമായി നേരിടുന്നത് ചിലർക്ക് അടി കിട്ടിയാൽ നല്ലതാന്ന് തോന്നും. നാട്ടിലിപ്പോ സ്കൂളിൽ അടിയൊക്കെ ഉണ്ടോ? അപ്പൊ പിള്ളേർക്കൊക്കെ അടിക്കുമല്ലേ? സ്കൂളിൽ പോകുന്ന കുട്ടി ദേവനെന്താ അടി കിട്ടാറുണ്ടോ? സിലബസ് CBSE-യിലില്ല, അടിയില്ല. അല്ല, CBSE-യിലൊക്കെ കുറച്ചുകൂടെ എല്ലാം കറക്റ്റ് ആയിരിക്കും അല്ലേ? അടിക്കില്ല. അടിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ അത്ര അടി കിട്ടിയേ നന്നാവുന്നുള്ള ചില നമ്മൾ കാണുമ്പോ തോന്നൂല ഇവന് 2 അടി കിട്ടണം എന്നുള്ളത്. വീട്ടുകാർക്കും തോന്നും ചിലർക്ക് കാണുമ്പോ ഇവന് 2 അടി. അങ്ങനെ ഒരാളായിരുന്നു നീ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കണം. അപ്പൊ അവരും പറയുമല്ലോ, സാറേ ഒന്ന് ഇവന് പറ്റുവാണെന്ന് നല്ലോണം കൊടുത്തോന്ന് പറയില്ലോ. നമ്മുടെ അച്ഛനമ്മമാർ തന്നെ വന്നിട്ട് പറയും. അതെ, അവരാ പറയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കിട്ടി വന്ന ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടേ ഉള്ളൂ. നമ്മൾ CBSE പഠിക്കണമായിരുന്നു അല്ലേ?